ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഒരു മനുഷ്യൻ്റെ ആയുസ് കൊണ്ട് അദ്ദേഹത്തിന് എന്തുമാത്രം നേടുവാൻ സാധിക്കും, എന്തെല്ലാം അച്ചീവ്മെൻറ്റുകൾ നടക്കുവാൻ സാധിക്കും, നേടിയെടുക്കാൻ സാധിക്കും, അത് അവൻ്റെ ഒരു വലിയ ജിജ്ഞാസയുടെ വിഷയമാണ്, ആകാംക്ഷയുടെ വിഷയമാണ്. യേശുക്രിസ്തു പറയുന്ന ഒരു വാക്ക് ഞാൻ ഓർക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യം, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? ഇത് വളരെ ഗൗരവമേറിയ ഒരു സാരോക്തിയാണ്, ഒരു ക്രിസ്തു വചനമാണ്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആയുസ് കൊണ്ട്, കാലം കൊണ്ട് എന്തുമാത്രം നേടുവാൻ സാധിക്കും? പരമാവധി, മാക്സിമം, അതിൻ്റെ ഓപ്റ്റിമം പോയിൻ്റ് കർത്താവായ യേശുക്രിസ്തു ചൂണ്ടിക്കാണിക്കുകയാണ്. സർവ്വലോകവും നേടിയാലും ജീവിതത്തിൽ ഒരു സെൻറ്റ് പോലും ഭൂമി സ്വന്തമായിട്ടില്ലാത്ത ആളുകൾ കാണാം. സ്വന്തമായൊരു ഭവനം പോലും ഇല്ലാത്ത ആളുകൾ കാണാം. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വേദനിക്കുന്ന ആളുകൾ കാണാം. അപ്പോൾ തന്നെ ഏറ്റവും ഉന്നതമായ നിലയിൽ സാമ്പത്തികമായി, ഭൗതികമായി ഉയർന്നിട്ടുള്ള ആളുകൾ കാണാം. അതിൻ്റെ ഓപ്റ്റിമം പോയിൻ്റ് എന്ന് പറയുന്നത് സർവ്വലോകവും നേടുക എന്നുള്ളതാണ്. അത് ദിഗ്വിജയികളാണ്, പരാക്രമശാലികൾ നേടിയെടുക്കുകയാണ്, വലിയ വലിയ സാമ്രാജ്യങ്ങൾ നേടിയെടുക്കുകയാണ്. അങ്ങനെ സംഭവിച്ചാലും കർത്താവ് പറയുകയാണ്, അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം എന്നാണ്. ഇത് വളരെ ഗൗരവമേറിയൊരു ചിന്തയാണ്. ആത്മാവ് എന്നുള്ളത് ഒരു ആത്മീയ പ്രതിഭാസമാണ്. അപ്പോൾ തന്നെ ഫിസിക്കലി അത് റിലേറ്റഡാണ്. ആ കാര്യം ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ നിവൃത്തിയില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്. അതൊരു ഒരു സത്യമാണ്. മണ്ണിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ എലമെൻസും, എല്ലാ മൂലകങ്ങളും ഇന്നത്തെ മനുഷ്യൻ്റെ ശരീരത്തിൽ കാണുവാനായിട്ട് ആധുനിക ശാസ്ത്രത്തിന് സാധിക്കും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ദൈവാവബോധം നൽകിയിരുന്നു. അവനൊരു നിത്യതയുണ്ട് എന്നുള്ള ആ രാജകീയമായ സത്യം വെളിപ്പെടുത്തിയിരുന്നു. നിത്യതയുണ്ട്, ഇറ്റേണിറ്റി, നിത്യത എന്നുള്ള വാക്ക് നാം അധികം വ്യവഹരിക്കുന്നതല്ല, അധികം ഉപയോഗിക്കുന്നതല്ല, അധികം ചർച്ച ചെയ്യാറുമില്ല. അത് മതാചാര്യന്മാർ ചർച്ച ചെയ്യാറുണ്ട്. ആചാര്യന്മാരും പുരോഹിതന്മാരും മതപണ്ഡിതന്മാരും വേദാന്തികളുമൊക്കെ ആത്മാവ് എന്ന വാക്ക് ആവർത്തിച്ച് പറയും. അവരാണ് നിത്യതയെപ്പറ്റി പറയുക. ആ നിത്യജീവിതം, ഇറ്റേണിറ്റി, എവർലാസ്റ്റിംഗ് ലൈഫ്, അതൊക്കെ ആധ്യാത്മിക പഠനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഭൗതിക മാത്ര പ്രസക്തമായ ആളുകൾക്ക്, അതിനുവേണ്ടി ചിന്തിക്കുന്ന ആളുകൾക്ക് മനുഷ്യൻ്റെ ദേഹത്തെപ്പറ്റി, മനുഷ്യൻ്റെ ദേഹിയെപ്പറ്റി മാത്രമേ മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. ആത്മാവിനെ അവർ മനസ്സിലാക്കുന്നില്ല, അവരവഗണിക്കുന്നില്ല. ഞാൻ പ്രത്യേകിച്ച് കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, യുക്തിവാദികളും നിരീശ്വരവാദികളും ആത്മാവിനെ അവഗണിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നുണ്ട്. ആത്മാവിനെപ്പറ്റി ചിന്തിക്കാറില്ല, ചിന്തിക്കാനായിട്ട് ശ്രമിക്കാറില്ല. ചിന്തിച്ചുകൂടാ എന്നുള്ള വിളംബരമാണ് അവർ ഘോഷിക്കാറുള്ളത്. എന്നാൽ ഒരു സംഭവം ചരിത്രത്തിൽ തന്നെ ഞാൻ ഉദ്ധരിക്കാം. സോവിയറ്റ് യൂണിയൻ്റെ അവസാനത്തെ പ്രസിഡന്റ് മിഖായേൽ ഗോർബച്ചേവ്, അദ്ദേഹത്തിൻ്റെ പെരിസ്ട്രോയിക്ക എന്ന പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ആ പെരിസ്ട്രോയിക്കയിൽ അദ്ദേഹം ഒരു കുറ്റസമ്മതം നടത്തുകയാണ്. അദ്ദേഹം പറയുന്നത്, 64 വർഷം ഞങ്ങൾ വെറും മെറ്റീരിയലിസം മാത്രം ചിന്തിച്ചു, ഭൗതിക മാത്രം പ്രസക്തമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചു. മനുഷ്യനിൽ ആത്മാവുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ ഓർത്തില്ല, പഠിച്ചില്ല, ചിന്തിച്ചില്ല. അതാണ് ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം, അബദ്ധം. ഇപ്പോൾ തിരിച്ചറിയുന്നു, മനുഷ്യൻ മാത്രം ആത്മാവുള്ളവനാണ്. മനുഷ്യനിൽ ആത്മാവുണ്ട്. അവൻ ദേഹിയാണ്, ദേഹമാണ്, അവനിൽ ആത്മാവുമുണ്ട്.
ഈ ആത്മാവിനെക്കുറിച്ച് പഠിക്കാൻ കഴിയാതെ പോയതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. അദ്ദേഹം അതിൽ ഉപയോഗിച്ച വാക്ക് ഞാൻ ഓർക്കുന്നത്, ഉള്ളിൻ്റെ ഉള്ളിൽ ആന്തരിക പ്രപഞ്ചമുണ്ട്, ഇന്നർ യൂണിവേഴ്സ് ഉണ്ട്. അത് മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ആ തിരിച്ചറിവിനുണ്ടാകണം. ഇന്നർ യൂണിവേഴ്സ് എന്നുള്ള വാക്കിന് പകരം അപ്പോസ്തലനായ പൗലോസ് ഉൾപ്പെടെയുള്ള എല്ലാ ക്രിസ്തീയ ആചാര്യന്മാരും ഉപയോഗിക്കുന്ന വാക്ക് ആത്മാവ് എന്നുള്ളതാണ്. അക്രൈസ്തവരായ വേദാന്തികൾ ഉപയോഗിക്കുന്ന വാക്ക് ആത്മാവുള്ളതാണ്. പൗലോസ് ഒരു വാക്കുകൂടെ കടത്തി പറയുന്നുണ്ട്, അകത്തെ മനുഷ്യൻ, പുറമേയുള്ളവൻ. ആ രണ്ട് പ്രയോഗവും പൗലോസിൻ്റേതാണ്. ഏതായാലും ഒന്ന് വാസ്തവമാണ്, നമ്മുടെ അകത്ത് ഒരാത്മാവുണ്ട്. ഈ ആത്മാവ് അമൂല്യമാണ്, ഈ ആത്മാവ് സ്വർഗീയമാണ്, ഈ ആത്മാവ് ദൈവവുമായിട്ട് ബന്ധമുള്ളതാണ്. മനുഷ്യനെന്ന സൃഷ്ടിയും സൃഷ്ടാവ് എന്നുള്ള ദൈവം തമ്മിലുള്ളതായ ബന്ധം, ആ മീറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് അവൻ്റെ ആത്മാവിലൂടെയാണ്. ആത്മാവ് വളരെ പ്രാധാന്യമുള്ളതാണ്. ആത്മാവിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു മാനവരാശിയുടെ രക്ഷകനായി ഈ ലോകത്തിൽ അവതരിച്ചത്, ചരിത്രത്തിൽ യാഥാർത്ഥ്യമായത്. നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു. എന്താ കാരണം? അത് തിരുവെഴുത്തിൽ പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ കൂടാതെ ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ട് പാപം ചെയ്തവരുടെ പിൻതലമുറക്കാരായി നമുക്ക് അതേ പാപത്തിൻ്റെ ദുഃഖം പേറേണ്ടി വന്നു, അതിൻ്റെ നഷ്ടം പേറേണ്ടി വന്നു. അതിന് വിടുതലുണ്ടാകുവാൻ വേണ്ടി യാഗങ്ങൾ നിലവിൽ വന്നു, പ്രായശ്ചിത്തങ്ങൾ നിലവിൽ വന്നു, ആചാരങ്ങളും സംസ്കാരങ്ങളും നിലവിൽ വന്നു. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല, പോക്കുവഴി ഉണ്ടായില്ല. നിത്യം നാശത്തിലേക്ക്, പാപത്തിൻ്റെ മ്ലേച്ഛമായ അനുഭവത്തിലേക്ക്, കഷ്ടതയുടെ അനുഭവത്തിലേക്ക് മനുഷ്യൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവനെ പൂർണ്ണമായി വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ, അവന് വേണ്ടി ഉദ്ധാരണം ഉണ്ടാകുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ ക്രൂശിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തം പാപമോചനം വരുത്തുന്നതാണ്. ആ പാപമോചനം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ വിശ്വാസത്താൽ ഏത് മനുഷ്യനും ഏത് വ്യക്തിക്കും ഇന്ന് അനുഭവമാക്കുവാനായിട്ട് സാധിക്കും. അത് അംഗീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യാതെ അവഗണിച്ചുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് വിരുദ്ധമായി ചിന്തിച്ചുകൊണ്ട് ആ പാപത്തിൻ്റെ പരിഹാരം അനുഭവമാകാതെ മുൻപോട്ട് പോവുകയാണെങ്കിൽ അതുകൊണ്ട് എന്ത് നേട്ടം, എന്ത് ലാഭം എന്ന് കർത്താവായ യേശു ക്രിസ്തു തന്നെ നമ്മോട് ചോദിക്കുകയാണ്. ആകയാൽ നമ്മുടെ ഹ്രസ്വമായ കാലം, ഒരു പുരുഷായുസ് 80 100 അതിലേറെയോ ആകട്ടെ, ഏതായാലും ആ ഒരു കാലഘട്ടം കൊണ്ട് നേടേണ്ടത് ഏറ്റവും വലിയ വർദ്ധിതമായ സാമ്പത്തികമായ ഭദ്രതയല്ല, സമൃദ്ധിയല്ല, സമ്പത്തല്ല, മറ്റ് ജീവിതത്തിൽ കൈവരിക്കാവുന്ന നേട്ടങ്ങളല്ല, ബഹുമതികളല്ല, സ്ഥാനങ്ങളല്ല, പദവികളല്ല, ഒന്നുമല്ല. അതിനെല്ലാം ഗൗരവമേറിയത്, അമൂല്യമായത്, ശ്രേഷ്ഠമായത് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രക്ഷ, ആ നിത്യജീവൻ, നിത്യരക്ഷ സമ്പാദിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. കർത്താവ് ദൈവം ചരിത്രത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത പുത്രൻ കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിലൂടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ്, ആത്മാവിൻ്റെ രക്ഷ, നിത്യജീവൻ സമ്പാദിക്കുവാനായിട്ട് സാധിക്കും. അതാണ് ഒരു പുരുഷായുസ് കൊണ്ട് സമ്പാദിക്കാവുന്ന ഏറ്റവും വലിയ ആത്മീയമായ നേട്ടം എന്ന് പറയുന്നത്. അതിലൂടെ ഭൗതികമായ നന്മയുണ്ടാകും, ശാരീരികമായ സൗഖ്യമുണ്ടാകും, ക്ഷേമമുണ്ടാകും, സമാധാനപൂർണമായ കുടുംബജീവിതം ഉണ്ടാകും, സാമൂഹ്യ ബന്ധങ്ങളുണ്ടാകും, ജീവിതത്തിൽ നാനാവിധത്തിലുള്ളതായ പുരോഗതി ഉണ്ടാകും. എന്നാൽ അതിൻ്റെ എല്ലാം അടിത്തറ, മൂല ഹേതു എന്ന് പറയുന്നത്, അടിസ്ഥാന മന്ത്രം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള ആ രക്ഷയുടെ ബന്ധമാണ്. അത് ഏറ്റവും ഗൗരവമായി എടുക്കുവാൻ സാധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. എന്നാൽ പദാർത്ഥമാത്ര പ്രസക്തമായ ലൗകികമായ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് പക്ഷേ അത് കണ്ടെത്തുവാനുള്ള സമയമുണ്ടാവുകയില്ല, മനസ്സിലാക്കുവാനുള്ളതായ സമയമുണ്ടാവുകയില്ല. ഞാനൊരു സംഭവം ഓർക്കുന്നുണ്ട്. പാരീസ് സർവകലാശാലയിൽ തത്വശാസ്ത്രം പഠിപ്പിക്കുന്ന
പ്രൊഫസർ ഫ്രാൻസിസ് സേവിയർ അദ്ദേഹത്തിൻ്റെ യുവത്വത്തിൽ തനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു ബോധം എന്ന് പറയുന്നത് എല്ലാം തികഞ്ഞവനാണ്, എനിക്കെല്ലാം ഉണ്ട്, എല്ലാം എനിക്കുണ്ട്, ഒന്നിനും ഒരു കുറവുമില്ല എന്നുള്ള ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ നല്ലതാണ്, ഒരു സാറ്റിസ്ഫാക്ഷനാണ്. പക്ഷേ നാം ഒരു കാര്യം ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ, വൈകല്യങ്ങൾ, അതൃപ്തി, അസംതൃപ്തി ഇതെല്ലാം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു പിടിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുവായിരുന്നു ഇഗ്നേഷ്യസ് ലയോള. ഇഗ്നേഷ്യസ് ലയോള ഈ ശിഷ്യനെ എല്ലാ നിലയിലും പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് വളർത്തി വലുതാക്കിയെടുത്തു. അങ്ങനെ സംഭവിച്ചു. വലിയ അച്ചീവ്മെൻറ്റ് ഈ ഫ്രാൻസിസ് സേവിയറിൻ്റെ ജീവിതത്തിലുണ്ടായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു പരാജയം എന്ന് പറയുന്നത് ഈ ആത്മീയമായ കാര്യങ്ങളെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് വെറും അനാവശ്യമായ ജീവിതം അർമാദിച്ചുകൊണ്ട് എല്ലാ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ചു കളയാം എന്ന് അദ്ദേഹം നിരൂപിച്ചു, സങ്കല്പിച്ചു. അതുകൊണ്ട് എന്താണ് ദോഷമുണ്ടായത്? അദ്ദേഹം എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുകയാണ്. ഈ കാര്യം മനസ്സിലാക്കിയിട്ട് ഒരിക്കൽ ഇഗ്നേഷ്യസ് ലയോള ഈ ശിഷ്യനെ കാണുവാനായിട്ട് പോകുന്നു. അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു. എന്തുകൊണ്ടാണ് പള്ളിയിൽ വരാത്തത്? എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാത്തത്? എന്തുകൊണ്ടാണ് ആത്മീയമായ കാര്യങ്ങൾക്ക് താല്പര്യം കാണിക്കാത്തത്? അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, എനിക്ക് പള്ളിയിൽ വരുവാൻ താല്പര്യമില്ല. ഞാൻ ആരെ കാണാനാണ് പള്ളിയിൽ വരുന്നത്? അവിടെ എല്ലാം പാവപ്പെട്ട ആളുകളാണ്, അപരിഷ്കൃതരായ ആളുകളാണ്, വിദ്യാഭ്യാസമില്ലാത്ത ആളുകളാണ്, കൂലിപ്പണിക്കാരാണ്, സാധാരണക്കാരാണ്. അവരെ കാണാൻ ഞാൻ വരുന്നില്ല, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ പള്ളിയിൽ പോകാൻ മനസ്സില്ലെങ്കിൽ വീട്ടിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം, നിൻ്റെ വേദനകളും ആവശ്യങ്ങളും ദൈവത്തോട് പറയണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. നിനക്ക് രഹസ്യമായി പ്രാർത്ഥിക്കാം. അദ്ദേഹം പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി അത്യന്തം വിചിത്രമായി. സാറേ, എനിക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ദൈവത്തിൻ്റെ സഹായം ആവശ്യമില്ല, എനിക്ക് ദൈവത്തിൽ നിന്നൊന്നും കിട്ടാനില്ല, അതിൻ്റെ ആവശ്യമില്ല, എനിക്കെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്, ആവശ്യത്തിലേറെ എനിക്കുണ്ട് എന്ന് പറഞ്ഞു. ആ ഗുരു അവിടെയും ദുഃഖിതനായി തീർന്നു. മൂന്നാമതൊരു ചോദ്യം കൂടെ ചോദിച്ചത് ഇങ്ങനെയാണ്, ഒരു കാര്യം ചെയ്യ്, നീ ബൈബിൾ വായിക്കണം. അതാരും കാണുന്നില്ലല്ലോ, അറിയുന്നില്ലല്ലോ, അതീവ സ്വകാര്യമായി നിനക്ക് വായിക്കാം, ബൈബിൾ വായിക്കണം. അപ്പോൾ അദ്ദേഹം പരിഹസിച്ച് പൊട്ടിച്ചരിച്ച് പറഞ്ഞത്, ആ പഴഞ്ചൻ ഗ്രന്ഥം വായിക്കേണ്ട ആവശ്യം എനിക്കില്ല. എൻ്റെ പേഴ്സണൽ ലൈബ്രറിയിൽ എന്തുമാത്രം അതിനൂതനമായ എത്രയോ ശ്രേഷ്ഠമായ ഗ്രന്ഥങ്ങളിരിക്കുന്നു. നമ്മുടെയൊക്കെ അറിവിലോ ഭാഷയിലോ പറയുകയാണെങ്കിൽ വില്യം ഷേക്സ്പിയർ ഉണ്ട്, ഡാൾട്ടെ ഉണ്ട്, മിൽട്ടൺ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ എന്തിനാണ് ഞാൻ ഈ പഴഞ്ചൻ പുസ്തകം വായിക്കുന്നത്? ഫ്രാൻസിസ് സേവിയറിൻ്റെ പ്രതികരണം തികച്ചും ദൈവനിഷേധത്തിൻ്റെ പ്രതികരണമായിരുന്നു. ആരാധിക്കുവാൻ താല്പര്യമില്ല, ദേവാലയത്തിൽ പോകുവാൻ ഇഷ്ടമില്ല, പ്രാർത്ഥിക്കുവാൻ താല്പര്യമില്ല, വിശ്വാസമില്ല, വിശുദ്ധ വചനം, ദൈവവചനം, ബൈബിൾ വായിക്കുവാൻ താല്പര്യമില്ല. എല്ലാ അർത്ഥത്തിലും ദൈവനിഷേധം തന്നെയാണ്. ആത്മീയമായ കാര്യങ്ങൾക്ക് ഉത്സാഹവും താല്പര്യമുള്ള ഇഗ്നേഷ്യസ് ലയോളയെ സംബന്ധിച്ചിടത്തോളം ശിഷ്യൻ്റെ ഈ പ്രതികരണം വളരെ നിരാശാജനകമായിരുന്നു. അദ്ദേഹം വളരെ സങ്കടത്തോടെയാണ് ആ ക്വാർട്ടേഴ്സിൽ നിറങ്ങിപ്പോയത്. പിന്നീട് കാലങ്ങൾ പലത് കഴിഞ്ഞു. ഗുരുവും ശിഷ്യനും രണ്ട് വഴിയിലൂടെ യാത്ര ചെയ്യുകയാണ്. ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഫ്രാൻസിസ് സേവിയറിനെ പറ്റി ഗുരുവായ ഇഗ്നേഷ്യസ് ലയോളയ്ക്ക് ലഭിച്ച അറിവ്, അദ്ദേഹം ശാരീരികമായി വളരെ ക്ഷീണിതനായി, വളരെ അസ്വസ്ഥനായി, ആശുപത്രിയിൽ രോഗക്കിടക്കയിൽ കിടക്കുന്ന വിവരമാണ്. ഇതെല്ലാം കേട്ട് ഭയപ്പെട്ട് ഇഗ്നേഷ്യസ് ലയോള വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്ന് തൻ്റെ ശിഷ്യനെ കണ്ടു. വളരെയേറെ സങ്കടം തോന്നി. ഒരു അസ്ഥിപഞ്ജരം കണക്കെ കിടക്കുകയാണ്, ഒന്നും ചെയ്യുവാൻ കഴിവില്ല, നിസ്സഹായനായി കിടക്കുകയാണ്. സംസാരിക്കാൻ നിവൃത്തിയില്ല, പ്രതികരിക്കാൻ നിവൃത്തിയില്ല, ആകെ പ്രയാസങ്ങൾ നിറഞ്ഞൊരു സമയം. കുറേ നേരം കഴിഞ്ഞ് ഇഗ്നേഷ്യസ് ലയോള ആ ശിഷ്യൻ്റെ മുഖത്ത് നോക്കി, തൻ്റെ ശരീരത്തോട് ചേർന്ന് നിന്ന് മുഖത്തേക്ക് നോക്കിയിട്ട് മന്ദമായി ആ ചെവിയിൽ മന്ത്രിച്ചു.
ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ഈശോ പണ്ട് ചോദിച്ച അതേ ചോദ്യം ഗുരു ഇപ്പോൾ ആ ശിഷ്യനോട് ചോദിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ശിഷ്യൻ്റെ ചുണ്ടുകൾ അനങ്ങുവാൻ തുടങ്ങി. കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ അടർന്നൊഴുകുന്നുണ്ട്. ഒന്നും പറയുവാൻ കഴിഞ്ഞുകൂടാ. കുറേ കഴിഞ്ഞപ്പോൾ ആ ശിഷ്യൻ മെല്ലെ തൻ്റെ ചുണ്ടുകൾ അനക്കുകയാണ്. എന്തൊക്കെയോ പറയണം എന്നുള്ള താല്പര്യമുണ്ട്, ഒന്നും പറയാൻ കഴിയുന്നില്ല. ഏതായാലും അവിടെ നടന്നത് പശ്ചാത്താപമാണ്, അനുരഞ്ജനമാണ്, പിഴവ് പറ്റിപ്പോയി എന്നുള്ള കുറ്റബോധമാണ്. ഫ്രാൻസിസ് സേവ്യർ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് വന്നുപോയ പിഴവുകൾ ഓർത്ത് പശ്ചാത്തപിച്ചു, സങ്കടപ്പെട്ടു, പുതിയ തീരുമാനമെടുത്തു, സമർപ്പണമെടുത്തു. ദൈവാന്വേഷണത്തിൻ്റെ ഒരു പുരോഗതിയാണ് അവിടെ കാണുന്നത്. അവൻ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നു, യഥാസ്ഥാനപ്പെട്ടു, പുതിയ തീരുമാനമെടുത്തു. പിന്നീടുണ്ടായ സംഭവം ചരിത്രത്തിൻ്റെ മറ്റൊരു വശമാണ്. ഫ്രാൻസിസ് സേവ്യർ സൗഖ്യം പ്രാപിച്ചു, കിടക്ക വിട്ട് എഴുന്നേറ്റു, പരിപൂർണമായ വിടുതലും സൗഖ്യവും ഉണ്ടായി. അദ്ദേഹം എടുത്ത തീരുമാനപ്രകാരം, സമർപ്പണപ്രകാരം തൻ്റെ കോളേജിലെ അധ്യാപന ശുശ്രൂഷ വേണ്ടെന്ന് വെച്ചു. ഒരു ബൈബിൾ കയ്യിലെടുത്ത് അദ്ദേഹം നാടൊട്ടൊക്കെ ഇറങ്ങി യേശുവിൻ്റെ സാക്ഷിയായി തീരുവാനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അദ്ദേഹം സഞ്ചരിച്ചു, അനേകരോട് ഈ സുവിശേഷം അറിയിച്ചു, യേശു ക്രിസ്തുവിനെ പറ്റി പ്രസംഗിച്ചു. നമ്മുടെ കേരളത്തിൻ്റെ കടലോര പ്രദേശങ്ങളിൽ കുടിലുകളിലും അദ്ദേഹം വന്ന് സുവിശേഷം അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മണിയുണ്ടായിരുന്നു, കൈമണിയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു കയ്യിൽ ഒരു കുരിശുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്തിരുന്ന പ്രവൃത്തി ഇങ്ങനെയാണ്: ആ കൈമണി അടിക്കുമ്പോൾ ആ ഒച്ച കേട്ട് കുടിലുകളിൽ നിന്ന് ധാരാളം ആളുകൾ ഓടിക്കൂടും. ആ കുരിശ് ഉയർത്തിപ്പിടിച്ചിട്ട് അദ്ദേഹം അവരോട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കും. അങ്ങനെ ധാരാളം ആളുകൾ ദൈവഭാഗത്തേക്ക് വന്നു. എൻ്റെ വാക്കിൽ പറയുകയാണെങ്കിൽ മാനസാന്തരപ്പെട്ടു, ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തി. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പുതിയ സൃഷ്ടികളായി അവർ രൂപാന്തരപ്പെട്ടു. അദ്ദേഹം ഗോവയിൽ പോയി അവിടെ വെച്ച് മരിച്ചു. അദ്ദേഹത്തിൻ്റെ മൃതശരീരം അവിടെ സംസ്കരിച്ചിട്ടുണ്ട്. ആ ദേവാലയത്തിൽ ഇന്നും ധാരാളം ആളുകൾ ആ മൃതശരീരം സന്ദർശിക്കുവാനായിട്ട് പോകുന്നുണ്ട്. അതെല്ലാം നമുക്കറിയാവുന്ന സംഭവമാണ്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? നമുക്ക് ഭൗതികമായി എന്തും നേടാം, ഏത് അച്ചീവ്മെൻറ്റും നമുക്ക് നേടിയെടുക്കാം, സാമ്രാജ്യങ്ങൾ ഉയർത്താം, എല്ലാ സാധ്യതകളും നമുക്കുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഇതെല്ലാം സാധിച്ചാലും നമ്മുടെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ, രക്ഷ പ്രാപിക്കാതെ വന്നാൽ, യേശു ക്രിസ്തുവുമായുള്ള ബന്ധം പുലർത്താതെ വന്നാൽ, ദൈവസന്നിധി വിട്ട് നാം അകന്നുപോയാൽ, ഭൗതികമായ എന്തെല്ലാം നന്മയുണ്ടെങ്കിലും, എന്തെല്ലാം സാമ്രാജ്യങ്ങളുണ്ടെങ്കിലും, സമൂഹത്തിൽ അത്യുന്നതമായ പദവിയിലെത്തിയാലും, ഒരാത്മീയമായ അധപ്പതനമുണ്ടായാൽ, പരാജയമുണ്ടായാൽ, ദൈവത്തിൽ നിന്നുള്ള വേർപാടുണ്ടായാൽ, ദൈവത്തിൽ നിന്ന് അകൽച്ചയുണ്ടായാൽ, ആ ജീവിതം പരാജയമാണ്. ആ ജീവിതം ക്ലേശപൂർണ്ണമാണ്, പരാജയമാണ്. എന്നാൽ അത് സംഭവിക്കുവാനായിട്ട് പാടില്ല. അങ്ങനെ ദൈവത്തിൽ നിന്ന് ഒരു വ്യതിചലനം എപ്പോഴെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ നമുക്കുണ്ടായാൽ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് പരിഹാരമുണ്ടാക്കണം, പുനഃസ്ഥാപനം ഉണ്ടാകണം, നാം യഥാസ്ഥാനപ്പെടണം, കാര്യങ്ങൾക്ക് ആത്മീയമായ ക്രമീകരണം ഉണ്ടാകണം. ആ നിലയിൽ ജീവിതത്തെ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി മുൻപോട്ട് പോകുവാൻ സാധിക്കണം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ നന്മകളൊന്നും നേടുവാൻ കഴിഞ്ഞില്ല എന്ന് വരാം. സാമ്പത്തികമായ ദുരിതമുണ്ടാകാം, നെടുവീർപ്പും സങ്കടവും ഉണ്ടാകാം, പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമുക്കുണ്ടാകാം. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു നമ്മോടുകൂടി ഉണ്ടെങ്കിൽ, ആ യേശു ക്രിസ്തുവായിട്ടുള്ളതായ വ്യക്തിപരമായ ബന്ധം നാം പുലർത്തുന്നുണ്ടെങ്കിൽ, ഇല്ലായ്മയുടെ ഒരു വല്ലായ്മയും നമുക്ക് അനുഭവിക്കേണ്ടി വരികയില്ല. അവിടെ എല്ലാം സംതൃപ്തിയുണ്ട്, സമാധാനമുണ്ട്,
ശാശ്വതമായ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത്. ആ സ്നേഹ സാമ്രാജ്യത്തിൽ ഒരു പങ്കാളിയായി മാറുക എന്നുള്ളത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം തന്നെയാണ്. വാത്സല്യമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പുരോഗതി പ്രാപിച്ചാലും നല്ലത് തന്നെയാണ്, എന്തുമാത്രം പ്രയാസങ്ങളിൽ നിന്ന് വിടുതലുണ്ടായാലും നല്ലത് തന്നെയാണ്. അതോടൊപ്പം നഷ്ടപ്പെടാതെ സംരക്ഷിക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത്, കരുതേണ്ടത് നമ്മുടെ ആത്മാവിൻ്റെ കാര്യമാണ്. ആത്മീയമായ ജീവിതം അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒന്നാണ്, യാതൊരു സംശയവുമില്ല. ഏറ്റവും ശ്രേഷ്ഠമായ ആ ഒരു ജീവിതം കൈവരിക്കുക എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു തന്ന അനുഗ്രഹിക്കപ്പെട്ട പാതയാണ്, മാർഗമാണ്, പ്രബോധനമാണ്. ആ ക്രിസ്തുവിൻ്റെ സ്വരം ഇന്ന് ലോകമെമ്പാടും പ്രതിധ്വനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ മിഷന്മാരെ, വൈദികരെ, പുരോഹിതന്മാരെ, സുവിശേഷകന്മാരെ വളരെയേറെ ആത്മാഭിമാനത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, എന്തിന് കേരളത്തിൽ പോലും, നമ്മുടെ മഹാരാജ്യമായ ഇന്ത്യയിൽ പോലും വളരെയേറെ കഷ്ടം സഹിച്ച് സാക്ഷ്യം വഹിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഈ സുവിശേഷ സന്ദേശം എത്തിക്കുകയാണ്. ഒരു നിലയിൽ പറഞ്ഞാൽ സാങ്കേതികമായ അർത്ഥത്തിൽ നാം ഇന്ന് ഈ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അതും സുവിശേഷീകരണത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ കേൾക്കുന്നത് വെറും മാനുഷികമായ വാക്കുകളല്ല. ഒരു മനുഷ്യനാണ് നിങ്ങളോട് സംസാരിക്കുന്നെങ്കിലും ഇവിടെ ദൈവത്തിൻ്റെ വചനമാണ് സംസാരിക്കുന്നത്. ആ വചനത്തിൻ്റെ സ്വാധീനമാണ്. ഈ സ്വാധീനം നമുക്ക് സ്വായത്തമാക്കണം എന്നുണ്ടെങ്കിൽ ആ ചാൻസ് നമ്മുടെ ആഗ്രഹത്തോടും താല്പര്യത്തോടും തീരുമാനത്തോടും കൂടെ ആ തിരുവെഴുത്ത് കൈക്കൊള്ളുക, ആ വചനം കൈക്കൊള്ളുക എന്നുള്ളതാണ്. ഈ വചനം കൈക്കൊള്ളുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ സംഭവിക്കുകയാണ്. നാം അറിയാതെ തന്നെ വ്യത്യാസങ്ങൾ സംഭവിക്കുകയാണ്, മനഃപൂർവ്വം വ്യത്യാസങ്ങൾ സംഭവിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ആ കാര്യത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ഒരു പുതിയ സൃഷ്ടിയാകുന്നു എന്നാണ്. പഴയതെല്ലാം കഴിഞ്ഞുപോയി. വേദനാജനകമായ, സങ്കടകരമായ, പറയാൻ കൊള്ളുകയില്ലാത്ത, ഇക്കാലവും മറച്ചു പിടിക്കുവാൻ മാത്രം ബാധ്യതയുള്ള ആ പൂർവ്വകാല അനുഭവങ്ങൾ, സ്വഭാവങ്ങൾ, പ്രകൃതികൾ, ഇടപെടലുകളെല്ലാം മറഞ്ഞുപോയി, എല്ലാം പൊഴിഞ്ഞുപോയി, കഴിഞ്ഞുപോയി. ഇതാ സകലവും പുതുതായി മാറിയിരിക്കുകയാണ്, ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് കർത്താവിൻ്റെ ഇടപെടൽ കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കൊണ്ട്, തിരുവെഴുത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഏത് വ്യക്തിയിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഞാനൊരു കാര്യം ഓർക്കുന്നുണ്ട്. വളരെ അനുഗ്രഹീതനായ മഹാനായ ഒരു മനുഷ്യൻ തൃശ്ശൂരിലുള്ള കോളേജിൽ പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞങ്ങളൊക്കെ വിളിക്കുന്നത് പ്രൊഫസർ മേനോൻ എന്നാണ്. വളരെ പ്രാധാന്യമുള്ള, വളരെയേറെ ഗാംഭീര്യമുള്ള, ശ്രേഷ്ഠമായ കുലീനത്വമുള്ള, ആഢ്യത്വമുള്ള, കണ്ടാൽ വളരെ ഗൗരവപ്രകൃതിക്കാരനായ ഒരു മനുഷ്യനാണ്. മേനോൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനൊരു പ്രത്യേക ഭാവം തന്നെയുണ്ട്. എന്നാൽ നിർഭാഗ്യകരമായ ജീവിതം അദ്ദേഹത്തിൻ്റെ അനുഭവമായി മാറി. അദ്ദേഹം മയക്കുമരുന്നിന് വിധേയനായി, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായി, മദ്യപാനിയായി മാറി. പല പ്രശ്നങ്ങളുണ്ടായി. ജീവിതം തകർന്ന തരിപ്പണമായി മാറി. വളരെ നിരാശനായി, അസ്വസ്ഥനായി. ഒരവസരത്തിൽ ഞങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്ക് പണ്ട് മേനോൻ എന്ന് പറഞ്ഞതുപോലെയല്ല, മീ നൺ എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്നറിയാമോ? നമുക്കറിയാം, ഞാൻ ആരുമല്ല, ഒന്നുമല്ല, ഏതുമല്ല എന്നാണ്. എത്രയോ ബഹുമാനത്തോടും ആദരവോടും കൂടെ മാത്രമേ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അതിൻ്റെ കുലീനത്വവും ആഢ്യത്വവും അതിൻ്റേതെല്ലാം നന്മകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ ജീവിതത്തിൽ പ്രശ്നമുണ്ടായി, വഴിത്തിരിവുണ്ടായി. അദ്ദേഹം വേറെ വഴിയായിട്ട് പോയി. അത് അദ്ദേഹത്തെ ധാർമ്മികമായും സാന്മാർഗികമായും വളരെ അധപ്പതിച്ചു. എല്ലാം ആയപ്പോൾ ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, തിരിച്ചറിഞ്ഞു, ഞാനിപ്പോൾ ആരുമല്ല, ഒന്നുമല്ല എന്ന് പറഞ്ഞു. ഇത് മനുഷ്യൻ്റെ അവസ്ഥയാണ്, സാഹചര്യമാണ്. നാം ഒന്നിൻ്റെ പുറകെ പോയാൽ, ഭൗതികമായ കാര്യങ്ങൾ, ലൗകികമായ കാര്യങ്ങൾ അതിൻ്റെ പുറകെ പോയാൽ നാം അതിനെ അടിമപ്പെട്ട് വിധേയപ്പെട്ട് അത് വരുത്തി തീർക്കുന്ന അപകടങ്ങളിലേക്ക് നാം അസ്വസ്ഥതയിലേക്ക് നീങ്ങിപ്പോകും, തകർച്ചയിലേക്ക് നീങ്ങിപ്പോകും. ആ കഷ്ടം നികത്താനാവുകയില്ല, ആ നഷ്ടം നികത്താനാവുകയില്ല. അത് വളരെയേറെ കഠിനമായൊരു അനുഭവമായി മാറും. എന്നാൽ ഒരു കാര്യം ഓർക്കണം, എപ്പോഴെങ്കിലും വ്യതിചലനം നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബ്രെയിനിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ
ആ വ്യതിചനം കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാതെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവത്തിൻ്റെ അടുക്കിലേക്കുള്ള തിരിച്ചു വരവ്. പാപവഴികളെ ഉപേക്ഷിക്കുക, ദോഷങ്ങളെ ഉപേക്ഷിക്കുക, മനസ്സോടെ ദൈവഭാഗത്തേക്ക് മടങ്ങി വരിക. ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കും, ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.